രാജ്യസഭാ സീറ്റ് നൽകാത്തതിനെതിരെ ഇടതുമുന്നണിക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയിരിക്കുകയാണ് RJD നേതാവ് MV ശ്രേയാംസ് കുമാർ. പ്രത്യേക പരിഗണന ഒരു പാർട്ടിക്ക് കിട്ടുന്നു, ഇതിൽ തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് തുറന്നടിക്കുകയാണ് ശ്രേയാംസ് കുമാർ. LDFൽ RJDക്ക് പരിഗണന കുറഞ്ഞു വരികയാണ്. ഇടതുമുന്നണിയിൽ തങ്ങൾ വലിഞ്ഞു കയറി വന്നവരല്ല, ക്ഷണിച്ചു വരുത്തിയവരാണ്. RJDക്ക് ഒരു മന്ത്രിസ്ഥാനം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. RJDക്ക് അർഹമായ പരിഗണന കിട്ടണം. ചർച്ചയില്ലാതെയാണ് ലോക്സഭയിലെ സീറ്റ് 15-4 ക്രമത്തിൽ വിഭജിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RJD അണികൾ മുൻനിരയിൽ നിന്ന് തന്നെ പ്രവർത്തിച്ചു. ലോക്സഭാ സീറ്റിന്റെ കാര്യം 2024 പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും 2019 ഉറപ്പ് നൽകിയതാണ്. എന്നിട്ടും 2024 പരിഗണിച്ചില്ല. 2019 തങ്ങളുടെ സീറ്റ് CPIക്ക് നൽകി വിട്ടുവീഴ്ച ചെയ്തു. എന്നാൽ പിന്നീട് യാതൊരു പരിഗണനയും കിട്ടിയില്ല. തങ്ങളുടെ ആവശ്യം ന്യായമാണ്, അത് മുന്നണി പരിഗണിക്കണം. LDF യോഗത്തിൽ നിന്നും വിട്ടുനിന്നതല്ല, മറ്റു പരിപാടികൾ നേരത്തെ നിശ്ചയിച്ചുകൊണ്ട് പോകാൻ കഴിയാത്തതാണ്. RJD കൽപ്പറ്റ സീറ്റ് നഷ്ടപ്പെടുത്തിയെന്ന് പറയുന്നവർ ചരിത്രം പഠിക്കണമെന്നും ശ്രേയാംസ് കുമാർ കൂട്ടിച്ചേർത്തു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.